അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ്. അപ്പോൾ എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് ഒരു 3 തവണ അൽഹംദുലില്ലാഹ് എന്ന് പറയുക. അത് പറഞ്ഞിട്ടാവും ഇനി നമ്മുടെ ക്ലാസ്. എല്ലാ ദിവസവും ഞാൻ ഓരോ ക്ലാസ് പറയട്ടോ. അതിൻ്റെ മുന്നിലായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് അള്ളാഹുവിലേക്ക് മനസ്സ് കൊടുത്ത് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലേ, ഈ ഒരു സമയത്ത്, അതായത് ഈ ഒരു സമയത്ത് അസർ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം തൊട്ട് മഗ്‌രിബ് ബാങ്ക് വരെ ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ആ കാര്യം ചെയ്തു നോക്കുക. പെട്ടെന്ന് ഫലം കിട്ടുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ വോയിസ് മെസ്സേജ് ആയിട്ട് ഒരു സഹോദരി ഒരു 2-3 ആഴ്ച മുന്നേ ആയിട്ട് ഒരു പ്രയാസം പറഞ്ഞിട്ട് എന്നോട് വാട്സപ്പിലൂടെ ആയിട്ട് ഓരോരോ വിഷമങ്ങൾ പറയാറുണ്ട്. ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ പറയാറുണ്ട്. പലർക്കും പലവിധ പ്രയാസവും ടെൻഷനുകളും ദുആ ചെയ്യണം, അതുപോലെ സ്വലാത്തോ ദിക്റോ പറഞ്ഞു തരുത്ത അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു സഹോദരിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ചെയ്യേണ്ട ഒരു അമൽ. അതേപോലെ ചെയ്ത് 4ാമത്തെ ദിവസമായപ്പോഴേക്കും ആ ഒരു കാര്യം സമാധാനത്തിലായിട്ടുണ്ട്. അവർക്കൊരാവശ്യം ഉണ്ടായിരുന്നു, അവരുടെ മനസ്സിലൊരാവശ്യമുണ്ടായിരുന്നു. ആ ഒരാവശ്യം നടന്നു കിട്ടിയിട്ടോ എന്ന് പറഞ്ഞ് ജോലി സംബന്ധമായിട്ടുള്ള ഒരാവശ്യമായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യമാണ് നിങ്ങളോട് ഞാനിപ്പം ഷെയർ ആക്കുന്നത് കേട്ടോ. എന്താണെന്നാലും ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, നമ്മുടെ ഓരോ പ്രയാസങ്ങൾ മാറാനും തട്ടിമുട്ടലുകളൊക്കെ മാറാൻ എന്ത് ചെയ്താലും ഒരു കരകയറ്റം കിട്ടില്ല. ഇനിയിപ്പോൾ ഒരു ജോലിക്ക് പോവുകയാണെങ്കിലും ആ ജോലി ഒരു 2-3 ദിവസം പോയി പിറ്റത്തെ ദിവസം അതിന് പോകാനൊരു മൂഡില്ല, ആ ഒരു ഉഷാറില്ല, ഉന്മേഷമില്ല. അതുപോലെ എന്തെങ്കിലും ഒരു കച്ചവടമോ കാര്യങ്ങളോ എന്തെങ്കിലും നമ്മൾ ബിസിനസ് പരമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്താൽ അതിലൊക്കെ കടം വരിക, ഒന്നിനും ഒരു ബർക്കത്തില്ല, എല്ലാത്തിനും ഒരു തടസ്സം, ഒരു പ്രയാസം, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പം അതിനൊക്കെ ഏറ്റവും ഫലം കിട്ടുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ, നമ്മുടെ ആവശ്യവും ആഗ്രഹമൊക്കെ നിറവേറാൻ വേണ്ടി മുഹിയുദ്ദീൻ ഷേഖിൻ്റെ പേരിലായിട്ടും അതുപോലെ മടവൂർ മക്കാമിലേക്കായിട്ടും നമ്മുടെ മുത്ത് റസൂലിൻ്റെ പേരിലായിട്ടൊക്കെ യാസീനോ ഫാത്തിഹയോ ഒക്കെ നിയത്താക്കിയിട്ട് ഓതിയാൽ പെട്ടെന്ന് തന്നെ ഫലം കിട്ടും. അതെങ്ങനെയാവണം ഓതുന്നത്? അത് നമ്മൾ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഓതുന്നത് എങ്കിൽ അതിന് പെട്ടെന്ന് തന്നെ ഫലം കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ ആ സഹോദരിക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. ഒരുപാട് എന്നോട് ഇന്നും വാട്സപ്പിലായിട്ട് ഒരുപാട് പേര് വാട്സപ്പിലൂടെ ഓരോ പ്രയാസം പറഞ്ഞിട്ട് ചോദിച്ചവരുണ്ട്. ഓരോ കാര്യം നിയ്യത്താക്കി ചൊല്ലേണ്ടതും അതുപോലെ തന്നെ ഖുർആനിലെ ഏതെങ്കിലും ആയത്തുകളൊക്കെ ഓതിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന ഏതോ ആയത്തുകളുണ്ട് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ളൊരു കാര്യമാണ്, ചെയ്താലോ പെട്ടെന്ന് ഫലവും കിട്ടുന്ന കാര്യമാണ്. ഒന്നാമതായി അതിനൊക്കെ വേണ്ടത്, ഞാൻ വീണ്ടും പറയാണ്, മനസ്സിൽ നല്ല വിശ്വാസം വേണം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നു, മടവൂർ ഷേഖുനാൻ്റെ അടുത്തേക്ക്, മടവൂർ മക്കാമിലേക്ക് എനിക്ക് ആകെ ഞാൻ വിഷമിച്ചിരിക്കുന്നൊരു സമയത്ത്, ഞാൻ പ്രയാസപ്പെട്ടിരിക്കുന്നു, ആകെ തളർന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ ഇരിക്കുന്നൊരു സമയത്ത് ഞാൻ നിയ്യത്താക്കി യാസീൻ ഓതിയിട്ട് മണിക്കൂറുകൾക്കുള്ളിലാണ് അതിനെനിക്ക് ഉത്തരം കിട്ടിയത്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് ഞാൻ അന്ന് ചൊല്ലിയത് അത്രക്കും മനസ്സ് വിഷമിച്ച് അള്ളാഹുവിലേക്ക് മാത്രം എൻ്റെ മനസ്സ് കൊടുത്തുകൊണ്ട്, റബ്ബേ ഇവരുടെ ബർക്കത്ത് കൊണ്ട് റഹ്മാൻ എൻ്റെ മനസ്സിലെ പ്രയാസം തീർത്ത് തരണേ, അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ടാണ് ആ യാസീൻ മുഴുവനായിട്ട് ഞാൻ ഓതി തീർത്തത്. അതിന് പെട്ടെന്ന് ഫലവും കിട്ടിയിട്ടുണ്ട്. അതേപോലെയാവണം ഈ പറയുന്ന കാര്യവും നിങ്ങൾ ചെയ്യാൻ. ആ ഒരു സഹോദരിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തത്, ബദരീങ്ങളുടെ പേരിൽ ഫാത്തിഹ നിയ്യത്താക്കി ഓതി തീർക്കുക. ഹലാലായിട്ടുള്ള ആവശ്യം നിറവേറാൻ, ആഗ്രഹം നടന്നു കിട്ടാൻ, പ്രയാസം നീങ്ങാൻ, വിഷമം സന്തോഷത്തിലാവാൻ, കടങ്ങൾ വീടിക്കിട്ടാൻ, അങ്ങനെ സകല പ്രയാസത്തിനും. ആകെ ടെൻഷനിലാണോ നിങ്ങൾ? ആകെ പ്രയാസമടിച്ച് ഇനി എന്താ ഞാൻ ചെയ്യുക എന്നുള്ള ഒരു
രീതിയിലാണോ ഇപ്പം നിങ്ങൾ നിൽക്കുന്നത്? ആരോടാ ഞാൻ പറയുക? ഇനി എന്താ ഞാൻ ചെയ്തു നോക്കേണ്ടത്? എൻ്റെ പ്രയാസമൊന്ന് മാറിക്കിട്ടാൻ, ഈ തട്ടിമുട്ടലുകളൊക്കെ ഒന്ന് റെഡിയായി കിട്ടാൻ, ഒരു സമാധാനം കിട്ടാൻ, അതിനൊക്കെ നിങ്ങൾക്ക് നീയത്താക്കിയിട്ട് ഓതേണ്ട കാര്യമാണ്. ബദരീങ്ങളുടെ പേരിൽ 101 ഫാത്തിഹ നീയത്താക്കിയിട്ട് ഓതുക. അപ്പോൾ ഇത് ഓതേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ 101 തവണ ഒരുമിച്ചിരുന്നിട്ട് നമുക്ക് ഓതാൻ പ്രയാസമായിരിക്കും. അപ്പോൾ നിങ്ങൾ എത്ര എണ്ണമാണ്, ഒരു 10 എണ്ണോ ഒരു 11 വീതം ഇങ്ങനെ ഓതുക. ഫാത്തിഹ ഇങ്ങനെ ഓതിയതിൻ്റെ ശേഷമായിട്ട് അള്ളാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്യുക. ബദരീങ്ങളുടെ പേര് ഞാൻ 101 ഫാത്തിഹ ഞാൻ നിയ്യത്താക്കിയിട്ടുണ്ട് റബ്ബേ. എൻ്റെ മനസ്സിൽ ഇന്നാലിന് പ്രയാസമുണ്ട്, ഇന്നാലിന് വിഷമമുണ്ട് റബ്ബേ. ആ വിഷമം നീ ഒന്ന് റാഹത്തിലാക്കി, ഇത് ഓതി തീരുന്നതിൻ്റെ മുന്നേ തന്നെ എൻ്റെ മനസ്സിലുള്ള ആ വിഷമം ഒന്ന് തീർത്ത് തരണേ അല്ല. അല്ലെങ്കിൽ ഒരാവശ്യമുണ്ട്, ആ ഒരാവശ്യത്തിനാണ് ഞാൻ നിയ്യത്താക്കിയിട്ട് ഓതുന്നത്. ആ ഒരു കാര്യം നീ നടത്തിക്കൊണ്ട് അല്ലാ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. മനസ്സിൽ ആത്മാർത്ഥമായിട്ട് വേറെ വേണ്ടാത്ത ഒരു ചിന്തയും മനസ്സിൽ വെക്കാണ്ട് ബദരീങ്ങളെ മാത്രം മനസ്സിൽ ഓർത്തുകൊണ്ട് ഓതിക്കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്ത് പറയുക, റബ്ബേ ഞാൻ 101 ഫാത്തിഹ നിയ്യത്താക്കിയിട്ട് ഓതിയിട്ടുണ്ട്. ബദരീങ്ങളുടെ പേരിൽ എൻ്റെ മനസ്സിൽ ഇന്നാലിന്നൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്, ആവശ്യം നടക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു കാര്യം പൂർത്തിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ മോൻ്റെ കല്യാണം, മോളെ കല്യാണം ശരിയാവാൻ, ഭർത്താവിൻ്റെ ജോലി റെഡിയാവാൻ, മോൻ്റെ ഇൻ്റർവ്യൂവിൽ പാസ്സാവാൻ, പരീക്ഷയാണ് മോക്ക്, ആ പരീക്ഷയിൽ ഉന്നത മാർക്ക് നേടാൻ, അങ്ങനെ തുടങ്ങിയ എന്ത് കാര്യത്തിനും നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യുക. അപ്പോൾ ഇത് ഓതേണ്ട രീതി ഞാൻ പറഞ്ഞു തരാം. ഒരു നിസ്കാരം കഴിഞ്ഞിട്ട്, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടോ, ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ടോ, അസർ നിസ്കാരം കഴിഞ്ഞിട്ടോ, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ടോ, ഏതെങ്കിലും ഒരു നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഓതി തുടങ്ങുക. നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഓതണമെന്നൊന്നുമില്ല. നിസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് വുളുവോട് കൂടിയിട്ട് ഓതി തുടങ്ങുക. ആദ്യം ഓതേണ്ടത് ബദരീങ്ങളുടെ പേരിൽ ഞാൻ ഫാത്തിഹ നിയ്യത്താക്കിയിട്ട് ഓതുന്നു റബ്ബേ എന്ന് പറഞ്ഞിട്ട് ബദരീങ്ങളെ പേരിൽ അങ്ങോട്ട് ഫാത്തിഹ വിളിച്ചിട്ട് അങ്ങോട്ട് ഓതാൻ തുടങ്ങുക. മനസ്സിൽ നല്ല നിയ്യത്തോട് കൂടിയിട്ട്, നല്ല വിശ്വാസത്തോട് കൂടിയിട്ട്. ഇത് ഓതിക്കഴിയുമ്പോഴത്തേന് എൻ്റെ ഇന്നാലിന്ന പ്രയാസം അള്ളാഹു മാറ്റിത്തരും, ഇന്നാലിന്ന വിഷമം എൻ്റെ മനസ്സിലുണ്ട്, ആ വിഷമം സമാധാനത്തിലാവും, ഉറപ്പാണ്, 100% എനിക്ക് ഉറപ്പാണ് എന്നുള്ള മനസ്സോട് കൂടിയിട്ട് നിങ്ങളും ഓതിയാൽ നിങ്ങൾക്കതിന് ഫലം കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഇതേ ഒരു രീതിയാണ് ഞാൻ ഒരു സഹോദരിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തത്. ഞാനിപ്പോൾ ഈ വീഡിയോ പറയുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും, അവരോട് ഞാൻ പറഞ്ഞു കൊടുത്ത രീതിയൊക്കെ എങ്ങനെയാണെന്ന്. അപ്പം ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഏതെങ്കിലും ഒരു നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ഓതുക. ആ ഒരു നമസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മൾ കുറേ തസ്ബീഹുകളും അതുപോലെ അള്ളാഹ്ക്ക് സുജൂദൊക്കെ കഴിഞ്ഞതിന് ശേഷമല്ലേ, അപ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ ഒരു സമാധാനമുള്ളൊരു സമയമായിരിക്കും. ആ ഒരു സമയത്ത് തന്നെ തുടങ്ങുക, ബദരീങ്ങളെ പേര് വിളിച്ചിട്ട് അങ്ങോട്ട് ഫാത്തിഹ ഓതാൻ തുടങ്ങുക. ഒരു 10 എണ്ണമോ അല്ല ഒരു 5 എണ്ണമൊക്കെ ഇങ്ങനെ ഓതിക്കഴിയുമ്പോഴേക്കും അള്ളാഹിനോട് നിങ്ങളിങ്ങനെയല്ലേ മനസ്സിൽ ദുആ ചെയ്യുക, റബ്ബേ ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് ബദരീങ്ങളുടെ പേരിൽ ഞാൻ ഫാത്തിഹ നിയ്യത്താക്കിയിട്ട് ഞാൻ ഓതുന്നുണ്ട് റബ്ബേ. ഈ ഒരു ഫാത്തിഹ ഓതി തീരുന്നതിന് മുന്നേ തന്നെ എൻ്റെ മനസ്സിലെ പ്രയാസം നീ തീർക്കണേ എന്ന് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഒന്ന് ചെയ്ത് നോക്കി. എന്നിട്ട് നിങ്ങൾക്ക് ഫലം കിട്ടിയത് നിങ്ങൾ കമൻറ്റിലൂടെ അതുപോലെ തന്നെ വാട്സപ്പിലൂടെ ആയിട്ട് അറിയിക്കട്ടോ. ഇൻഷാ അല്ലാഹ് അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എന്നോട് ഇന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് വാട്സപ്പിലൂടെ, ഒരുപാട് പേര്. ഇന്നലെയൊന്നും ഞാൻ വാട്സപ്പ് നോക്കിയിട്ടില്ല, ഇന്നാണ് ഞാൻ ഒന്ന് ളുഹർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വാട്സപ്പ് ഇന്ന് നോക്കിയിട്ടുള്ളത്. അതിൽ ഒരുപാട് ഉമ്മമാർ ഓരോ വിഷമം പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ളത് ചോദിച്ചവരുണ്ട്. അപ്പോൾ നിങ്ങളോടൊക്കെയാണ് ഞാൻ പറയുന്നത്, ബദരീങ്ങളുടെ പേരിൽ മനസ്സിലങ്ങോട്ട് നിയ്യത്താക്കിയിട്ട് 101 തവണ ഫാത്തിഹ നിയ്യത്താക്കിയിട്ട് ഓതുക. മറന്നു പോകേണ്ട എണ്ണം 101. അത് നിങ്ങൾ ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഓതി തീർക്കുക. അങ്ങനെയല്ല കേട്ടോ, കഴിയുന്നതും ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓതി തീർക്കാൻ കഴിയുമെങ്കിൽ എത്രക്കും നല്ലതാണ്. അത് നീട്ടിക്കൊണ്ട് പോവാതെ പെട്ടെന്ന് ഓതി തീർക്കാൻ കഴിയുന്നവർ പെട്ടെന്ന് തന്നെ ഓതി തീർക്കുക. ഇനിയിപ്പോൾ ഞാൻ ഇത് പറയുന്ന സമയത്ത് ഖുർആൻ ഓതാൻ പറ്റാത്തവരുണ്ടാവും അല്ലേ, പീരീഡ്സ് സമയമുള്ളവരൊക്കെ ആണെങ്കിൽ ടെൻഷൻ ആവേണ്ട. മനസ്സിൽ നിങ്ങൾ നിയ്യത്താക്കിക്കോളി, എൻ്റെ തടി വൃത്തിയായതിൻ്റെ ശേഷമായിട്ട് ഞാൻ ഇതുപോലെ നിയ്യത്താക്കിയിട്ട് ഓതും എന്ന് നിയ്യത്താക്കുക.
പെട്ടെന്ന് ഫലം കിട്ടുന്ന കാര്യമാണ് കേട്ടോ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ബദരീങ്ങളുടെ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞതാണ്. നമുക്ക് ഒരുപാട് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന കാര്യമാണ് ഇതൊക്കെ. മനസ്സിലാദ്യം എന്ത് വേണം? വിശ്വാസം വേണം. നിങ്ങളെ മനസ്സിൽ വിശ്വാസമുണ്ടോ, വിശ്വാസത്തോട് കൂടിയിട്ടാണോ ഇത് നിങ്ങൾ ഓതി നോക്കുന്നത് എങ്കിൽ അതിന് തീർച്ചയായിട്ടും അള്ളാഹു ഫലം നിങ്ങൾക്ക് കാണിച്ച് തരിക തന്നെ ചെയ്യും. നമുക്കറിയാലോ ബദരീങ്ങളുടെ മഹത്വങ്ങളും അവരുടെ പോരിശകളും കറാമത്തുകളും ഒക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് അങ്ങോട്ട് 101 ഫാത്തിഹ കേട്ടോ. 101 എണ്ണം പേക്കണ്ട. എന്നിട്ട് 5 എണ്ണോ 10 എണ്ണോ 11 എണ്ണോ ആവുന്നതിനനുസരിച്ചിട്ടായി അള്ളാഹുവിനോട് ഇങ്ങനെ മനസ്സിലായിട്ട് ദുആ ചെയ്യുക. റബ്ബേ, ഞാൻ ഇത്ര എണ്ണം ഓതി തീർത്തിട്ടുണ്ട്, ഇത് ഓതി കഴിയുമ്പോഴേക്കും എൻ്റെ മനസ്സിലുള്ള പ്രയാസം നീ തീർക്കല്ല എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. റബ്ബേ, എന്ത് ഉദ്ദേശം വെച്ചിട്ടാണ് ഓരോരുത്തരും ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്ന ദിക്റായാലും സ്വലാത്തായാലും ഖുർആനിലെ ആയത്തുകളായാലും നിയ്യത്താക്കിയിട്ട് ഒരുപാട് പേര് ഓതി നോക്കുന്നുണ്ട്, ചൊല്ലി നോക്കുന്നുണ്ട്. റബ്ബേ, അവർക്കൊക്കെ നീ അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കുക റബ്ബേ. എന്ത് കാര്യത്തിനാണ് അവരിത് നിയ്യത്താക്കിയിട്ടൊക്കെ ഓതുന്നത്, അതിന് നീ പെട്ടെന്ന് തന്നെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അവരുടെ കാര്യങ്ങൾ നീ റാഹത്തിലാക്കി കൊടുക്കുക റബ്ബേ. അതുപോലെ തന്നെ ഒരുപാട് പേർ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അവരൊക്കെ മനസ്സിലുള്ള വിഷമം പ്രയാസം എന്താണെന്ന് നിനക്കറിയാലോ. എല്ലാം നീ സമാധാനത്തിലാക്കി കൊടുക്ക്. മാനസികമായിട്ടുള്ള പ്രയാസമുള്ളവർക്ക് അത് റാഹത്തിലാക്കി കൊടുക്ക്. അല്ലെങ്കിൽ ഭർത്താവിനാനുള്ള വിഷമം അനുഭവിച്ച ഒരുപാട് സഹോദരിമാരുണ്ട്, കരഞ്ഞോണ്ട് വോയിസ് അയക്കാറുണ്ട്. സമാധാനമില്ല ഇത്താ, വീട്ടിൽ നിൽക്കാൻ ഒരു സുഖമില്ല, ഭർത്താവ് ഒന്ന് വിളിക്കുന്നില്ല, അതുപോലെ തന്നെ ഭർത്താവ് മിണ്ടുന്നില്ല, അന്യ സ്ത്രീകളുമായിട്ടാണ് കൂടുതൽ ഇഷ്ടം, അങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സ് വേദനിക്കുന്നവരുണ്ട് റഹ്മാനെ. അവരെയൊക്കെ മനസ്സിലുള്ള വേദന നീ തീർത്ത് സന്തോഷത്തിലും സമാധാനത്തിലുമുള്ള ജീവിതം കൊടുക്കുക റഹ്മാനെ. റബ്ബേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ പുറത്ത് മാപ്പാക്കിക്കൊണ്ട് അല്ലാഹ് റഹ്മാനെ ഞങ്ങളെ ദുആ നീ സ്വീകരിക്കുക റഹ്മാനായ റബ്ബേ. ഞങ്ങൾ ചെയ്യുന്ന അമലുകളെല്ലാം നീ സ്വീകരിക്കണേ. ഞങ്ങൾ ചെയ്തു നോക്കുന്ന ദിക്റുകൾ സ്വലാത്തുകൾ എല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാ. ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിയ്യത്താക്കിയിട്ട് ഓതുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നീ റാഹത്തിലാക്കിക്കൊണ്ട് അല്ലാ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവരും ദുആ ചെയ്യണം. ദുആ ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ. നിങ്ങളെ കാര്യങ്ങളൊക്കെ ഞാൻ ദുആ ചെയ്യാറുണ്ട്. അള്ളാഹു നമ്മുടെ ദുആക്ക് സ്വീകരിക്കട്ടെ. അപ്പോൾ ഓരോരുത്തരും കമൻറ്റിലൂടെ ആയിട്ട് നിങ്ങളെ കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക എല്ലാവരും കേട്ടോ. എല്ലാവരും അവരുടെ ഓരോരോ കാര്യങ്ങൾ എന്താണെന്നാൽ സുഖവിവരങ്ങൾ, നമ്മളെ ഓരോ സുഖങ്ങൾ, നമ്മളോരോ വിശേഷങ്ങൾ, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കമൻറ്റിലൂടെയൊക്കെ ആയിട്ടൊക്കെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.